കേന്ദ്ര ഗവൺമെന്റ് പറയുന്ന എല്ലാ മുതലാളിത്ത പ്രീണന നയങ്ങൾക്കും കാവൽ നിൽക്കുന്ന ജോലിയാണ് സാക്ഷാൽ പിണറായി വിജയൻ ഇവിടെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പാവപ്പെട്ടവനില്ല, പട്ടികജാതിക്കാർ. സുരേഷ് ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്നത്. അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എല്ലാ കാലത്തും പോരാടിക്കൊണ്ടിരിക്കുന്നത് ജനപ്രതിനിധി. ഞാൻ ചോദിച്ചോട്ടെ സിസ്റ്റർ സുരേഷ്, UDF ഗവൺമെന്റിലാണെങ്കിൽ പന്തളം ഇവിടെ ഇരിക്കുന്നുണ്ട്. UDF ഗവൺമെന്റിലാണെങ്കിൽ ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്കൊരു മന്ത്രി ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാരന്റെ പുകല്? ഞാനത് കമ്മ്യൂണിസ്റ്റുകാരന്റെ പുകല് മാത്രമല്ല ചോദിക്കുന്നത്, അതെന്താ അവകാശമല്ലേ അവരുടെ അവകാശമല്ലേ? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനവിഭാഗം അവരുടെ പ്രശ്നങ്ങൾ പറയാൻ അവരിൽ നിന്ന് ഒരാൾ ആ ക്യാബിനറ്റ് ഉണ്ടാകേണ്ടതല്ലേ? അത് കൊടുത്തോ? അത് കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ ചോദിക്കുമ്പോൾ പറഞ്ഞു രണ്ടിനും കൂടെ ഒന്നാണ്, ട്രൈബലിൻ്റെ SC ST കൂടെ ഒരു മന്ത്രി കൊടുത്തിട്ടുണ്ടെന്ന്. കാരണം പട്ടിക സമൂഹത്തിൻ്റെ, ദളിത് സമൂഹത്തിൻ്റെ പ്രയാസങ്ങൾ, പിന്നോക്ക സമുദായത്തിൻ്റെ പ്രയാസങ്ങൾ ഒന്നും അവരുടെ അജണ്ടയിലില്ല. ഇപ്പം അവരുടെ അജണ്ടയിൽ ആകെ ചില കോർപ്പറേറ്റ് മുതലാളിമാരുടെ അജണ്ടകൾ, പിന്നെ കൊട്ടാരം വിദൂഷകന്മാരായിട്ടുള്ള ചിലരുടെ സ്തുതിഗീതങ്ങൾ, ഇതാണുള്ളത്. ഇവരൊന്നും പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അതുകൊണ്ട് ജനം മടുത്തിരിക്കുന്ന ഒരു സർക്കാരാണ്. കമ്മ്യൂണിസ്റ്റുകാരനുൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ മടുത്തിരിക്കുന്ന. അതുകൊണ്ട് കോൺഗ്രസ്സുകാരായ നിങ്ങൾക്ക് ഒരു അങ്കലാപ്പം വേണ്ട. ചിലർ കോൺഗ്രസ്സിൽ അഭിപ്രായ വ്യത്യാസം വരും, അടിക്കും പിടിക്കും. ഈ ജനവിരുദ്ധ സർക്കാരിനെ താഴെ ഇറക്കാൻ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഐക്യ ജനാധിപത്യത്തിനുണ്ട് ഓരോ പ്രവർത്തകനും നേതാവും ഒറ്റക്കെട്ടായിട്ടായിരിക്കാം ഈ പോരാട്ടം ഇനിയുള്ള ഒരു വർഷക്കാലം നടത്താൻ പോകുന്നത്. ഒരു സംശയം ആർക്കും വേണ്ട, ഈ പോരാട്ടം ഒറ്റക്കെട്ടായിട്ടായിരിക്കും. അല്ല കോൺഗ്രസ് ജയിക്കണ്ട, UDF ജയിക്കണ്ടെന്ന് ഏതെങ്കിലും കോൺഗ്രസ്സുകാരനും UDFകാരനും തീരുമാനിക്കാൻ വിചാരിച്ചാൽ ആ തീരുമാനിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങുമെന്നുള്ളതിന് എനിക്ക് അശേഷം സംശയമില്ല. അവർ ജനങ്ങളുടെ ആവശ്യമായിട്ടാണ് ഇത് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാം ചെറിയ ചെറിയ അഭിപ്രായം. ഞങ്ങളുടെ പാർട്ടി വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഇതാണ് കോൺഗ്രസിൻ്റെ സൗന്ദര്യവും. നിങ്ങൾക്ക് വിമർശിക്കാം. വിമർശിക്കുന്ന ആളെയെല്ലാം 52 വെട്ടി കൊല്ലുന്ന പാർട്ടിയല്ല. വിമർശിക്കുന്ന ആളുകളുടെ കടക്കുപുറത്ത് എന്ന് പറയുന്ന പാർട്ടിയല്ല. വിമർശനങ്ങളുണ്ടാവും. പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏത് വിമർശനങ്ങളെയും ഫൽവാത്മന സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഒരു സംശയവും വേണ്ട. ഇങ്ങനെ വിമർശിച്ചിട്ടാണ് ഈ പാർട്ടി ശക്തിപ്പെട്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. നമ്മൾ ഒറ്റക്കെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, പരിഹരിക്കും.